you over, you just can't breathe. Do you feel your bones start to shake? Do you feel the earthquake? Do you feel your bones start to shake? Do you feel the earthquake? Do you feel your bones start to shake? Do you feel the earthquake? Do you feel your bones start to shake? Do you feel the earthquake? നമസ്കാരം, ബ്ലൂമൂൺ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ആക്ഷൻ ക്യാമറയാണ്. നോയ്സ് പ്ലേ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ആക്ഷൻ ക്യാമറ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് ആക്ഷൻ ക്യാമറ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയ ഒരു ക്യാമറയാണ്, ക്ലാരിറ്റി കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് ഫംഗ്ഷൻസ് കൂടുതലുള്ള ഒരു ക്യാമറ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചതാണ് ഏത് നല്ല ക്യാമറ, ബഡ്ജറ്റ് ക്യാമറകൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ റൈഡൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലൊക്കെ നമുക്ക് കൂടുതൽ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തിട്ട് അതിനകത്ത് ബെല്ലൈക്കൺ എടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ ജോർജ്. അപ്പോൾ ഇത് നമ്മുടെ ആക്ഷൻ ക്യാമറയുടെ ബോക്സ് വരുന്നത് നോയ്സ് പ്ലേ എന്നാണ് ആക്ഷൻ ക്യാമറ കമ്പനിയുടെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നോയ്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ 4K 30 വാട്ടർ റെസിസ്റ്റൻറ്റ്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെയൊക്കെ വെക്കാം എന്ന്. അപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ കുറച്ച് വാട്ടർ പ്രൂഫ് കേസ്, ക്ലിപ്പ്, ഹാൻഡിൽ പോള്, പിന്നെ മൗണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. 4K ഷൂട്ട് ചെയ്യാം, 1080p 2.7, അപ്പോൾ തന്നെ 720, അപ്പോൾ അതുപോലെ തന്നെ 30 ഫ്രെയിം സെക്കൻഡിലും 16 ഫ്രെയിം സെക്കൻഡിലും. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ MP4 ആണ്. പിന്നെ ടൈം ലാപ്സ് ഉണ്ട്, ലൂപ്പ് റെക്കോർഡിംഗ് ഉണ്ട്, സ്ലോ മോഷൻ ഉണ്ട്. 16 മെഗാ പിക്സലാണ് എൻ്റെ ലെൻസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ JPG ഫോർമാറ്റിൽ നമുക്ക് ഇമേജ് ഒക്കെ സേവ് ചെയ്യാം. അപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫാണെന്ന് ചോദിച്ചാൽ വാട്ടർ പ്രൂഫിൻ്റെ കേസ് വേണം, എന്നാലേ വാട്ടർ പ്രൂഫ് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ വിൻഡോസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ PC സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, വൈറ്റ് ബാലൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ ജസ്റ്റ് വീഡിയോ ഒക്കെ ട്രെയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ബോക്സിൽ സാധനം വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമറ വാട്ടർ പ്രൂഫ് കേസിലിട്ട് തന്നിട്ടുണ്ട്. ക്യാമറ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കുറച്ച് മൗണ്ടുകളൊക്കെ വന്നിട്ടുണ്ട്, ബൈക്കുമേയും അതുപോലെ തന്നെ സൈക്കിളിൻ്റെ അവിടെ വയ്ക്കാനും. അതുപോലെ തന്നെ ക്യാമറ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് തന്നിട്ടുണ്ട്. കുറച്ച് ക്ലിപ്പും അത്യാവശ്യം കുറേ മൗണ്ടുകളൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ ബെൽറ്റും, പിന്നെ നമ്മുടെ ടൈപ്പ് സി അല്ല കേട്ടോ, മൈക്രോ USB വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി കാർഡും അതിൻ്റെ ചെറിയൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ കാര്യത്തിൽ കിടക്കാം. ക്യാമറ നമ്മളെ നോക്കണമെങ്കിൽ നമ്മുടെ ഗോപ്രോൻ്റെ ഒക്കെ ചെറിയൊരു കട്ട് പോലെ വെച്ചിട്ടുണ്ട്. നോയ്സ് പ്ലേ എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഗോപ്രോ തന്നെ ഒരു ചെറിയ മോഡൽ പോലെയാണ് അവർ ഇറക്കിയത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും നോയ്സ് പ്ലേ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിഷ് ലെൻസൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ കാര്യങ്ങൾ USB പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി കാർഡിനുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ 2.5-ൻ്റെ ഒരു LED ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു സ്ക്രീൻ. അതുപോലെ തന്നെ ഇവിടെ അപ്പ് ഡൗണും വൈഫൈയുടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പീക്കർ വന്നിട്ടുണ്ട്. മുകളിൽ നമ്മുടെ OK ബട്ടണും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്ററും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്കിലുള്ള ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് വിട്ടാൽ നമുക്കിത് ഓണാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കാണാം, നമ്മളിവിടെ വെച്ചാണ് വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ കൂടെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇട്ടണ മോഡ് എന്ന് പറയുന്നത് 1080p 30 ഫ്രെയിം സെക്കൻഡിലാണ് നമ്മൾ ഇട്ടണത്. അതുപോലെ തന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്കിലെ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇപ്പോൾ ഇത് ഫോട്ടോ മോഡാണ്. ഒരു പ്രാവശ്യം കൂടി ഇതുമ്പോൾ നിൽക്കിയാൽ ഇപ്പോൾ ഇത് 720pയുടെ ഒരു സ്ലോ മോഷൻ റെക്കോർഡിങ്ങിലാണ്. പിന്നെ ഇത് നമ്മൾ എടുത്ത പ്രിവ്യൂ ഫോട്ടോസ്, അതായത് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോസ് കാണാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നമ്മുടെ സെറ്റിങ്സ് നമ്മൾ നോക്കിയിട്ട് ഓക്കെ നോക്കിയാൽ സെറ്റിങ്സ് വരും. ആദ്യം തന്നെ വീഡിയോ റെസൊല്യൂഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് റെസൊല്യൂഷൻസുകളുണ്ട്. 1080p 2.7, 720, 4K 30 ഫ്രെയിമുണ്ട്. അതുപോലെ തന്നെ 60 ഫ്രെയിമുണ്ട്. അതുപോലെ തന്നെ ഏതിന് സെലക്ട് ചെയ്താൽ നമ്മൾ മുകളിൽ ജസ്റ്റ് ഓക്കെ ബട്ടൺ നോക്കിയാൽ മതി. അതുപോലെ തന്നെ റെക്കോർഡിങ് സൗണ്ട് വേണമെങ്കിൽ റെക്കോർഡിങ് സൗണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടൈം ലാപ്സ്, ലൂപ്പ് റെക്കോർഡിങ്, സ്ലോ മോഷൻ്റെ പല മോഷൻസ് ഉണ്ട്. 60 ഫ്രെയിം സെക്കൻഡും അതുപോലെ തന്നെ 120 ഫ്രെയിം സെക്കൻഡാണ് സ്ലോ മോഷൻ ഉള്ളത്.
പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയാണ്. 420 റെസൊല്യൂഷൻ 16 മെഗാ പിക്സൽ ആണെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ അതിടാം. പിന്നെ വരുന്നത് നമ്മുടെ എക്സ്പ്ലോസർ, വൈറ്റ് ബാലൻസ്, വൈഫൈയുടെ ഇമേജ് റൊട്ടേഷൻ, ഡ്രൈവിംഗ് മോഡ്, അങ്ങനെ മോഡുകൾ, പിന്നെ ലാംഗ്വേജ്, ഫോർമാറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ക്ലോസൻ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്യാമറയിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്ത വീഡിയോസ് ഞാൻ ഇപ്പോൾ അതിനൊപ്പം കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക വീഡിയോസ് എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നല്ല ആക്ഷൻ ക്യാമറ ഏതാണെന്ന് പറഞ്ഞു തരുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചാനൽ 2 ക്യാമറ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. SJ ക്യാമിൻ്റെയും അതുപോലെ തന്നെ ഒരു ടാനി എന്ന് പറഞ്ഞ ക്യാമറയും. അത് ലോ ബഡ്ജറ്റ് ക്യാമറസ് ഒക്കെയാണ്. ഇതും ലോ ബഡ്ജറ്റ് തന്നെയാണ്. ഒരു 4000 രൂപയ്ക്ക് താഴെയുള്ള ക്യാമറ ആണ് ഇതൊക്കെ. ഇത് നോയ്സ് പ്ലേയുടെ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്, ബഡ്ജറ്റാണ്, ഒരു 4000 രൂപയ്ക്ക് താഴെ വരുന്ന നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതിലും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ. Take you